ബിസ്മില്ല. ഫൈസാനി തിലാവ മസായിൽ എന്ന പുതിയ ചാനൽ ആദ്യത്തെ വീഡിയോ ആണിത്. എന്താണ് ഇങ്ങനൊരു ചാനലിൻ്റെ ലക്ഷ്യം? പരിശുദ്ധ ഖുർആൻ പഠിക്കുക തന്നെ. ഒരുപാട് ആളുകൾ പലപ്പോഴും ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ മറ്റ് ചാനലുകളിൽ സംസാരിക്കുമ്പോൾ, ഉസ്താദേ ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് അതിനുള്ള വഴി തുറക്കുന്നത് എന്ന്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പദ്ധതി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ പോലെ, ചെറിയ ചെറിയ സൂറത്തുകൾ പോലെ, യാസീൻ പോലെ, തബാറക്ക പോലെ ഇങ്ങനെയുള്ള സൂറത്തുകൾ നമ്മൾ നിത്യമായി കൊണ്ട് നടക്കേണ്ട സൂറത്തുകളുണ്ട്. തെറ്റുകൂടാതെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നത്. ഇതിന് അറബി അക്ഷരങ്ങൾ പഠിക്കുക, അലിഫും ബാവും ഒക്കെ അറിയണമെന്നൊന്നുമില്ല. നമുക്ക് ഓതാൻ കുറഞ്ഞ രൂപത്തിൽ നമുക്കിത് ഓതാൻ അറിയുന്ന സുഹൃത്തുക്കളാണ്. പക്ഷേ ആ ഓതാൻ അറിയുന്നത് തന്നെ തെറ്റില്ലാതെ എങ്ങനെ ഓതാൻ പഠിക്കണം, അതിന് മാത്രം വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് ഇൻഷാ അല്ലാഹ്. വേറെ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. വിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച്, നിയമങ്ങളൊക്കെ പറ്റുന്നത് പോലെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഓതേണ്ടത്, ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ കൂടെ കൂടും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് ആളുകൾ ചോദിച്ചതാണ്, പല ആളുകൾക്കും ആഗ്രഹമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനുള്ളൊരു വഴിയാണ്. നമുക്കിത് പഠിക്കാൻ സൗകര്യങ്ങളുണ്ട്, പക്ഷേ നമ്മളത് തയ്യാറാകാതെ, അതിന് പഠിക്കാൻ മെനക്കെടാതെ നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വിശുദ്ധമായ ഖുർആനുമായി വലിയ ബന്ധം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് മുറികൾ അതിനുവേണ്ടി സജ്ജമായിട്ടുണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടത് എഴുതി തന്നെ, അല്ലെങ്കിൽ നോക്കി വായിച്ച് കൃത്യമായി പറഞ്ഞു തന്നെ നമുക്ക് പഠിക്കാം. നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് കടന്നു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫൈസാനി തിലാവ മസാലിൻ്റെ ക്ലാസ് റൂമിലേക്ക് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് ഇങ്ങനൊരു സ്വാഗതം? ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ്. വിശുദ്ധമായ ഖുർആൻ പഠിക്കാനും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ പതിവാക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല അവസരങ്ങളും നൽകുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. ഇപ്പോൾ നിങ്ങൾ അധികവും ഈ മൊബൈലിലൂടെ ആയിരിക്കും കാണുക, അല്ലേ? ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് റബ്ബ് തന്ന എത്ര വലിയ നിഅമത്താണെന്ന് അറിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു പഠിക്കാനുള്ള അവസരം നൽകട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വിശുദ്ധമായ ഖുർആനിൽ നമ്മൾ ഓതേണ്ട കുറേ സൂറത്തുകളുണ്ട്. നിരന്തരം നിത്യവും ദിവസവും പതിവായി ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ ചെറിയ ചെറിയ സൂറത്തുകൾ, ഇല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇല്ലേ? അങ്ങനെ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ. കൂട്ടത്തിൽ സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത്, സൂറത്തുൽ വാഖിഅ, സജദ, സൂറത്തു ദുഖാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് നിത്യവും പതിവാക്കേണ്ട കുറേ സൂറത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് കൊണ്ട്, ഈ നമ്മുടെ പരിശുദ്ധമായ ഖുർആനിൻ്റെ തിലാവ മസായിൽ എന്ന ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് കൃത്യമായി ഓതാൻ പഠിക്കണം, സൂറത്തു യാസീൻ പഠിക്കണം, ചെറിയ ചെറിയ സൂറത്തുകൾ പഠിക്കണം. അപ്പോൾ ഉമ്മ സംശയം ചോദിച്ചു, ആര്? കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ സംശയം ചോദിക്കും, ഉസ്താദേ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ മദ്രസയിൽ പോയി അക്ഷരവും ഒന്നും അലിഫും ബാവൊന്നും അറിയില്ലല്ലോ എന്ന്. പലരും പറയുന്ന അങ്ങനെ അലിഫും ബാവൊന്നും അറിയില്ല. അതൊന്നും അറിയില്ല എങ്കിലും എൻ്റെ കൂടെ നിങ്ങൾ വരുമോ? ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ കൂടെ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് ഫാത്തിഹ തെറ്റുകൂടാതെ ഞാനും നിങ്ങളും ഓതാൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. ആ ഒരു ഉറപ്പ് ഞാൻ പറയാണ്. പക്ഷെ കൂടെ ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ കൂടണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നല്ല വഴിയിൽ അല്ലാഹു നമ്മയൊക്കെ ചേർത്ത് തരട്ടെ, അല്ലേ? കാരണം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നബി തങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ടോപ്പ് ആരാണെന്നറിയോ? ഏറ്റവും ടോപ്പ് അത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഞാൻ നിങ്ങളുമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ചേർത്ത് തരട്ടെ. നമുക്ക് ആദ്യം ഏത് പറയാം? സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ഖുർആനുമായിട്ടൊരു ബന്ധം വേണ്ടേ നമുക്ക്, ഇല്ലേ? ഖുർആനുമായിട്ട് ഒരടുപ്പം വേണം. ഖുർആനിൽ 114 സൂറത്തുകൾ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ 114 സൂറത്തുകളുണ്ട്. തെറ്റുകൂടാതെ ഓതുക, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മുമ്പിലുള്ള ടാസ്ക് അതാണ്. തെറ്റുകൂടാതെ. ഫാത്തിഹയൊക്കെ നമുക്കറിയാം ഉസ്താദേ, അല്ലേ? ഫാത്തിഹയൊക്കെ നമ്മൾ ഒന്ന് ഫാത്തിഹ ഒന്ന് കേട്ട് നോക്കണം, അപ്പം അറിയാം. ഫാത്തിഹ നമ്മുടെ വീട്ടിൽ മദ്രസയിലൊക്കെ നല്ലോണം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. വിളിച്ചിട്ട് ഇരുത്തിയിട്ട് മോനെ വല്യമ്മയുടെ ഫാത്തിഹ അല്ലെ വല്യപ്പാൻ്റെ ഫാത്തിഹ ഒന്ന് ശരിയാണെന്ന് നോക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഓതി നോക്കി, അപ്പോൾ അറിയാം എത്ര തെറ്റുണ്ടെന്ന്. സാധാരണ ചെറിയ വിദ്യാഭ്യാസമുള്ള മക്കൾ തന്നെ ചിലപ്പോൾ നമുക്ക് തെറ്റ് പറഞ്ഞു തരും. ബിസ്മില്ലാഹിർ റഹ്മാനു എന്നല്ല റഹ്മാനി എന്നാണെന്ന് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാത്തിഹ കൃത്യമായി ഓതാൻ പഠിക്കാനും, അല്ലെങ്കിൽ ബാക്കിയുള്ള സൂറത്തുകൾ നമ്മൾ നിത്യമായി ഓതേണ്ട, ഇപ്പോൾ മുഴുവനായിട്ട് ഓതാൻ പഠിച്ചില്ലെങ്കിലും നിത്യമായി ഓതേണ്ട യാസീനൊക്കെ ഒന്ന് ഓതി പഠിച്ചു വെക്കണ്ടേ ഇൻഷാ അല്ലാഹ്. കാരണം നമുക്ക് വേണ്ടിയൊക്കെ ആരെങ്കിലുമൊക്കെ യാസീൻ ഓതുന്നൊരു സമയം നമുക്ക് വരാനുണ്ട്. അപ്പം അതിനു മുമ്പായിട്ട് നമ്മളും ഒന്ന് ഓതി എന്ത് ചെയ്യുക, കൃത്യമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ കൂലി ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാ, നീട്ടി വലിച്ചൊന്നും പറയണില്ല, വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മുടെ ക്ലാസ് ഉണ്ടാവും കേട്ടോ.
നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഫാത്തിഹ കൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ സ്ക്രീനിൽ കാണുണ്ടാവും സൂറത്തുൽ ഫാത്തിഹ എങ്ങനെയാണ് ഓതേണ്ടതെന്ന് ഞാൻ ആദ്യം രൂപത്തിൽ എന്ത് ചെയ്യാം ഒന്ന് മൊത്തത്തിൽ ഓതിത്തരാം. അതിനുശേഷം നമുക്ക് ഓരോ ആയത്തും പഠിക്കാം. ബിസ്മി മുതൽ തുടങ്ങി അവസാനം ആമീൻ പറയുന്നത് വരെയുള്ള ഓരോ ആയത്തുകളും വളരെ സ്ഫുടമായ രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. കൂടെ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സൂറത്തുൽ ഫാത്തിഹ മുഴുവനായി നമ്മൾ ഓതിയപ്പോൾ ഇങ്ങനൊക്കെ ഓതിയാലേ ശരിയാവുള്ളൂ ഉസ്താദെ, ഇങ്ങനൊക്കെ ഓതിയാലേ ശരിയാവുള്ളൂ, ബേജാറാവേണ്ടതില്ല, ഒരു ബേജാറും വേണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഓതിയാൽ മതി. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞുതരാം. ആ രൂപത്തിലൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഓതി ഇതുപോലെ മോഡലാക്കി നീട്ടി വലിച്ച് മറിച്ച് കുറിച്ചൊന്നും ഓതേണ്ട ആവശ്യമില്ല. വൃത്തിയായിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഓതുന്നത് ശരിയാക്കി ഒന്ന് ഓതിയാൽ മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് മുഴുവനായി പറയൂല. ഇന്ന് ബിസ്മില്ലാഹ് മാത്രമേ പറയുള്ളൂ. ഇന്ന് ബിസ്മില്ലാഹ് മാത്രം. ബിസ്മില്ല എങ്ങനെയാണ് ഓതേണ്ടതെന്ന് മാത്രം നമ്മൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേട്ടിട്ടുണ്ട്. എന്ത്? കുല്ലു അംരിൻ ദീ ബാലിൻ ലം യുബ്ദഅ ഫീഹി ബി ബിസ്മില്ലാഹി ഫഹുവ അഖ്തഉ ഫഹുവ അബ്തറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കേട്ടോണേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ കേൾക്കണേ, ഉപ്പമാർ കേൾക്കണം ഇൻഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? ഏത് നല്ല കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ, ബിസ്മില്ലാഹ് എന്നതുകൊണ്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ ആ കാര്യം ബറക്കത്ത് മുറിഞ്ഞതാവും. തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും നടക്കുകയും ഇരിക്കുകയും വീട്ടിൽ കയറുകയും പുറത്തു പോവുകയും പള്ളി കയറുകയും പുറത്തിറങ്ങുകയും തുടങ്ങിയിട്ട് ഹലായിലേക്ക് ബാത്റൂമിലേക്ക് കിടക്കുകയും പുറത്തു വരികയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ ആ കാര്യം ബറക്കത്ത് കെട്ടതായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തിന്നുന്ന ഒരാൾ ബിസ്മി ചൊല്ലിയിട്ടില്ല, എന്ത് ചെയ്യാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാതെ ഇങ്ങോട്ട് വാരി കഴിച്ചു. എന്നാൽ എന്താ ബറക്കത്ത് മുറിയാന്ന് പറഞ്ഞാൽ എന്താ? ബറക്കത്ത് ക്യാൻസൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് അള്ളാഹ്ക്ക് വഴിപ്പെടാൻ നമ്മുടെ ശരീരം മെനക്കെടണ്ടേ? എന്നാൽ ബിസ്മില്ലാഹ് പറഞ്ഞിട്ടാണ് ഒരാൾ കഴിക്കുന്നത് എങ്കിൽ റബ്ബിനെ വഴിപ്പെടുന്ന ശരീരമായി ശരീരം മാറും. ഇനി അതല്ല എങ്കിലോ, ബിസ്മില്ലാഹ് പറഞ്ഞില്ല, മനഃപൂർവ്വം ഒഴിവാക്കി, അല്ലെങ്കിൽ എന്ത് ചെയ്തു, പറയാൻ മറന്നുപോയി, ഒഴിവാക്കി, മനഃപൂർവ്വം അല്ലെങ്കിൽ മറന്നുവിട്ടോ ഒഴിവാക്കി, അല്ലെങ്കിൽ ഇനി പറഞ്ഞതിൻ്റെ ഒരു കോലം എങ്ങനെയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്തോ ഒരു ബിസ്മി എന്ന് പറഞ്ഞു. എന്നാൽ ഇതെന്ത് ചെയ്താലും ശരി ഇബിലീസ് നമ്മളുടെ കൂടെ കൂടും. സാക്ഷാൽ ഇബിലീസിന് വഴിപ്പെട്ട ശരീരമായി ശരീരം മാറിപ്പോൾ. അതാണ് ബറക്കത്ത്. ഇബിലീസ് ബറക്കത്തില്ലാത്തവനല്ലേ, അവൻ്റെ കൂടെ കൂടി പോകുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം. ഏത് സംഗതിയാണെങ്കിലും അങ്ങനെ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്ത് പറയാം, എന്തായാലും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ഒരു ബിസ്മില്ലാഹ് എങ്കിലും മര്യാദയ്ക്ക് പറയണം ഇൻഷാ അല്ലാഹ്. അതെങ്ങനെ ഉച്ചരിക്കേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ. ബിസ്മി നമ്മൾ കാണുന്നുണ്ട്. ബിസ്മില്ലാഹ് എന്ന എഴുത്ത് ബാ, സീന്, മീമ്, അള്ളാഹ് എന്ന പദം, ഇതും 4 ചേർന്നിട്ടാണ് അല്ലേ. 4 വെച്ചാൽ ഇത് 2 വാക്കുകളാണ്. ബിസ്മി എന്നതൊരു വാക്ക്, അള്ളാഹ് എന്നതൊരു മറ്റൊരു വാക്ക്. ബിസ്മി ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇടയിൽ ഒരു അലിഫുണ്ട്, ബി ഇസ്മി എന്നാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയുള്ളൂ, ബിസ്മി എന്നേ പറയുള്ളൂ. ആ അലിഫ് സൈലൻ്റ് ആണ്, അവിടെ കേൾക്കൂല, പുറത്ത് കേൾക്കൂല. അപ്പോൾ ഇനി ഒരാളില്ല ഞാൻ ഉള്ളതൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ട് ബി ഇസ്മില്ലാഹി എന്ന് ഓതി, തെറ്റാണ്, അങ്ങനെ ഓതാൻ പാടില്ല കേട്ടോ. ഓതേണ്ട ശൈലി എങ്ങനെയാ, ബിസ്മില്ല. നമ്മൾ ഈ പറയുന്നതിനൊക്കെ ഒരു രൂപമുണ്ട്, ഒരു റൂട്ടുണ്ട്. ആ നിയമം പാലിച്ചിട്ട് വേണം പറയണം, എന്നാലേ ശരിയാവുള്ളൂ. ഭാഷയ്ക്കൊരു ഭംഗിയുണ്ടല്ലോ ഇല്ലേ, എങ്ങനെയൊക്കെ കൊണ്ട് പറയല അല്ല. ഒരാൾ നോളജ് എന്നുള്ളത് ഇംഗ്ലീഷ് പറയാം, കുനോളജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സംഭവം ഉള്ളതാണ്, കെ അവിടെ ഉണ്ട്. നോളജ് എന്ന് എഴുതുമ്പോൾ ഒരു കെ ഉണ്ടാവും, പക്ഷെ എന്നും പറഞ്ഞിട്ട് കിനോളജ് എന്ന് അങ്ങോട്ട് പറഞ്ഞ് അത് ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല. ആ പറയുന്ന ഭാഷയ്ക്ക് ഒരു ഭംഗിയുണ്ട്. അവിടെ നോളജ് എന്ന് തന്നെ പറയുള്ളൂ, ആ കെ കേൾക്കൂല, പുറത്ത് കേൾക്കൂല. അതേപോലെ തന്നെയാണ് അറബി ഭാഷയിലും എന്താ ചില കേൾക്കാത്ത അക്ഷരങ്ങളുണ്ട്. എഴുത്തിലുണ്ടാകും, ചിലപ്പോൾ എന്ത് ചെയ്യുക, കേൾവിയുണ്ട്. പക്ഷെ ചിലത് എഴുത്തിലും ഉണ്ടാവൂല, പറച്ചിലും ഉണ്ടാവൂല, പക്ഷെ അവിടെ സാധനം ഉണ്ടാവും. അവിടെ സംഗതി
അവിടെ ഒരെണ്ണം ഉണ്ടാവും, പക്ഷെ അവിടെ എന്താ എഴുതുന്നതിന് ചിലപ്പോൾ കാണില്ല. ബിസ്മിന്ന് എഴുതുമ്പോൾ അലിഫിട്ട് എഴുതാറില്ല, എന്നാൽ കേൾക്കുന്നിടത്തുണ്ടോ അതുമില്ല. ഇപ്പം ചിലത് അങ്ങനെയും വരാറുണ്ട്. ഇപ്പം എഴുതാത്തത് പിന്നെ പറയണ്ടല്ലോ, അവിടെ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഞാനൊരു ബിസ്മി ഒറിജിനൽ എങ്ങനെയാണ് എന്ന് നമ്മളെ അറിയിച്ചെന്നാണ്. ഇത് പഠിക്കുമ്പോൾ ഒരു ആഴത്തിൽ പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടോ. ബിസ്മി അത് നമുക്ക് സാധാരണ തെറ്റാറില്ല. ബാ ഇപ്പോൾ പറയുന്നതിൽ ആർക്കും തെറ്റാറില്ല. ബി അല്ലേ, ബി ബി ബാവ് പറയുന്ന സമയത്ത് രണ്ട് ചുണ്ടിൻ്റെയും നനഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ, രണ്ട് ചുണ്ടും നനയുന്ന ഭാഗം, ആ ഭാഗം എന്ത് ചെയ്യണം, പരസ്പരം കൂട്ടിവിടണം. ബ ബ അങ്ങനെയാണ് ബാ പറയേണ്ടത് കേട്ടോ. ബ എന്ന് പറഞ്ഞ ഒരാൾ കോഴി വിളിക്കില്ല, ബ ബ ബ ബ എന്ന് വിളിക്കുക, ആ ബാ അല്ല. ബാ പറയുമ്പോൾ അറബി ഭാഷയിൽ ബാ പറയുമ്പോൾ എന്ത് ചെയ്യണം, രണ്ട് ചുണ്ടിൻ്റെയും ചുണ്ടുകളുടെ നനഞ്ഞ ഭാഗങ്ങൾ തമ്മിൽ ചേരണം. ബാ അതാണ് വേണ്ടത് കേട്ടോ. അപ്പം ബി ബിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇപ്പോൾ പാമ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് ചുറ്റും നോക്കണ്ട, പാമ്പ് കയറിയതാണ്. സ് പറയുമ്പോൾ എന്ത് ചെയ്യണം, ആ സ് പുറത്ത് കേൾക്കണം. ബിസ് 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 മീ, മീയും തെറ്റാറ. മീ പറയുമ്പോൾ എന്ത് ചെയ്യണം, രണ്ട് ചുണ്ടിൻ്റെയും ഉണങ്ങിയ ഭാഗങ്ങളാണ് മീമ് പറയുമ്പോൾ കൂട്ടിമുട്ടേണ്ടത് കേട്ടോ. അല്ലാതെ പറയാൻ പറ്റും, മീന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും അങ്ങനെ പറഞ്ഞിട്ട് എന്താണ് എനിക്കങ്ങനെ പറയാൻ പറ്റും, അങ്ങനെ പറയാൻ പാടുള്ളൂ, അങ്ങനെയല്ല. മറിച്ച് എന്ത് ചെയ്യുക, മീമ് പറയുമ്പം രണ്ട് ചുണ്ടിൻ്റെയും ഉണങ്ങിയ, അതായത് എപ്പോഴും നനവ് പറ്റാത്ത ഭാഗങ്ങളാവണം എന്നതിൽ കൂട്ടിമുട്ടേണ്ടത്. മീ ബിസ് മീ, ഇതൊക്കെ സാധാരണ നമ്മൾ പറയുമ്പോൾ വരുന്നതാണ്, അധികം ആളുകൾക്കും തെറ്റാത്തൊരു സംഗതിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്ന് മാത്രം. ബിസ് മീ. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലാഹി എന്ന പദം. പൊതുവെ അള്ളാഹു എന്ന എഴുതുന്ന ആ പദത്തിന് രണ്ട് രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്. രണ്ട് രൂപത്തിൽ, ഒന്ന് അള്ളാഹു എന്ന ഉച്ചാരണം, അള്ളാഹു അള്ളാഹു അല്ലേ. നമ്മൾ പലപ്പോഴും അള്ളാഹു എന്ന് പറയാം, അതൊക്കെ ഞാൻ അങ്ങോട്ട് വരാം ഇൻഷാ അല്ലാഹ്. അത് വരുമ്പോൾ ആ ഭാഗത്തേക്ക് കിടക്കും പറയാം. ഇപ്പോൾ നമ്മൾ എന്താ പറയാം, അല്ലാ എന്ന് ഉച്ചാരണം, അല്ലാഹു. രണ്ടാമത്തെ ഉച്ചാരണം എന്ത്, അല്ലാഹു. ഇവിടെ വന്നെങ്ങനെ ബിസ്മില്ലാഹി, ഇല്ല എന്നല്ലേ പറഞ്ഞത്. എന്താ അങ്ങനെ പറയേണ്ടത് ഉസ്താദേ, ഒരു സാധനം തന്നെ രണ്ട് കോലത്തിൽ പറയാം, ഒന്ന് അള്ളാഹു എന്ന് പറയാം, മറ്റൊന്ന് അല്ലാഹു എന്ന് പറയാം, അങ്ങനെ പറയാം. അങ്ങനെ ഉണ്ട്. അതിൻ്റെ തഫ്ഹീമ് തർക്കീഖ് എന്നാ പറയാം. അത് രണ്ടാം കൂടെ വിശദമായിട്ട് ഞാൻ പറയണില്ല, ഇവിടെ ഞാൻ പറഞ്ഞുതരാം. അല്ലാഹി എന്ന് പറയാനുള്ള കാരണം ഇത്ര പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ ഇത് ഖുർആൻ എവിടെ നോക്കിയാലും ഇതേ കാണുള്ളൂ, ഈ നിയമമേ കാണുള്ളൂ. അള്ളാഹു എന്ന ഈ പദത്തിൻ്റെ മുമ്പുള്ള അക്ഷരം നോക്കിയാൽ മതി. മുമ്പുള്ള അക്ഷരം എന്ത് ഹർക്കത്താണ് നോക്കുക. ഹർക്കത്ത് എന്ന് പറയാൻ മനസ്സിലായോ, ഫത്തഹും കിസറും ദമ്മും സുക്കൂനും, അതിനെ ഹർക്കത്ത് എന്ന് പറയാം. മുകളിലിടുന്ന വര, താഴെ ഇടുന്ന വര, ചുനുപ്പ്, ഇതിനൊക്കെയാണ് എന്ത് ഹർക്കത്ത് എന്ന് പറയാം കേട്ടോ. ഫത്തഹ് കിസറ് ദമ്മ് സുക്കൂൻ കേട്ടോ. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അതിൽ ബിസ്മില്ല എന്ന് എഴുതുമ്പോൾ നമുക്ക് അള്ളാഹു എന്ന പദത്തിൻ്റെ മുമ്പുള്ള അക്ഷരം മീമാണ്. മീമിൻ്റെ അടിയിലാണ് കസറാണുള്ളത്. അപ്പം എത്ര ശ്രദ്ധിച്ചാൽ മതി, അള്ളാഹു എന്ന പദത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് എവിടെ കസറ് വന്നാലും, ഏതക്ഷരമാണെങ്കിൽ ആയിക്കോട്ടെ, അക്ഷരമൊന്നും ഇന്നതൊന്നുമില്ല, ഏതക്ഷരമാണെങ്കിലും അവിടെ കസറ് വന്നാൽ എന്ത് പറയണം, അല്ലാഹ് എന്ന് ഉച്ചരിക്കണം. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, ലില്ലാഹ്, ലാമിന് കസറാണ് അവിടെ, ലില്ലാഹ്. ഇങ്ങനെ എവിടെ എന്തു ചെയ്യും, അല്ലാന്ന് ഉച്ചരിക്കണം. ഇതല്ലാത്ത ഹർക്കത്ത്, അതായത് ഫത്തഹോ ലമ്മോ ആണെങ്കിൽ, മുമ്പത്തെ അക്ഷരത്തിന് ഫത്തഹോ ലമ്മോ ആണെങ്കിൽ അവിടെയൊക്കെ അള്ളാഹ് എന്ന് ഉച്ചരിക്കേണ്ട. ഖുൽ ഹുവല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു സ്വമദ്, ഹുവല്ലാഹു അല്ലേ. അങ്ങനെ റസൂലും മിനല്ലാഹി, ഇങ്ങനെ എന്താ റസൂലുല്ലാഹി, അവിടെയൊക്കെ എന്താ അള്ളാഹ് ഉച്ചരിക്കണം. കാരണം എന്താ, അതിന് മുമ്പുള്ള അക്ഷരത്തിനൊക്കെ ഫത്തഹും ലമ്മോ വന്നേക്കുന്നത്. ഇത് രണ്ട് ശ്രദ്ധിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യൂല, ഇത് അള്ളാഹ് വായിക്കേണ്ടത് അല്ലാന്നാണോ വായിക്കേണ്ടത്, തെറ്റിപ്പോകൂല. അതാ പറഞ്ഞർത്ഥം. ഇപ്പോൾ ബിസ്മില്ല, അത് മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ, കൂടുതൽ നീട്ടി പറയുന്നില്ല. ബിസ്മില്ലാഹി, അതിൻ്റെ അവസാനത്തെ ഒരു ഹാവും കൂടെ അത് പറഞ്ഞുതരാം. ഹാ എന്ന അക്ഷരം പലപ്പോഴും നമ്മൾ പറയാറില്ല. നബി തങ്ങൾ പറഞ്ഞത് കുല്ലു അംരിൻ ദീ ബാലിൻ ലം യുബ്ദഉ ഫീഹി ബി ബിസ്മില്ലാഹി. ബിസ്മില്ലാഹ് എന്ന ബിസ്മില്ലാഹ്, ഹാ കേൾക്കുന്നുണ്ടാവും നിങ്ങൾ മൈക്കിൽ കൂടെ. ഹാ ബിസ്മില്ലാഹ് തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് വരണം. തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്നും ഹാ വരണം. ആ ഹാ ചേർന്നാൽ എന്ത് ചെയ്യുള്ളൂ, ആ അള്ളാഹ് എന്ന പദം പൂർത്തിയാവുള്ളൂ. ബിസ്മില്ലാഹ്. അല്ലാതെ നമ്മൾ കുറേ ബിസ്മില്ല ബിസ്മില്ല ബിസ്മില്ല, നമ്മുടെ ദിക്റൊക്കെ അങ്ങനെ പലപ്പോഴും അള്ളാഹു അക്ബർ, അള്ളാഹു എന്ന പദത്തിൻ്റെ കുറച്ചുകൂടെ പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. ഇപ്പോൾ ഇത് മാത്രമേ പറയുള്ളൂ. ബിസ്മില്ലാഹ് പറയുമ്പോൾ ബിസ്മില്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി ചൊല്ലുമ്പോൾ അങ്ങനെ ചൊല്ലി പഠിക്കാം, കൂടൂല ഇൻഷാ അല്ലാഹ്. കാരണം ഇത് ഖുർആനാണ്. അപ്പോൾ നമുക്ക് ചൊല്ലുമ്പോൾ ഈ ഖുർആനാണെന്ന് മാത്രമല്ല, ഈ ദിക്റും കൂടെ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെ ചൊല്ലേണ്ടത്. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം, ബിസ്മില്ലാഹ് എന്ന് തന്നെയാണ് ചൊല്ലേണ്ടത്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കണം. നമുക്ക് എങ്ങനെയാണ് ഫാത്തിഹ ഓതേണ്ടത് എന്ന് കൃത്യമായി പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഇത്
കേട്ടതിന് ശേഷം പഠിച്ചതിന് ശേഷം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം ഇൻഷാ അല്ലാഹ്. ഉസ്താദേ എനിക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിൻ്റെ കമൻറ്റിൽ തന്നെ പറയണം, ഈ ബിസ്മില്ലാഹ് എന്ന് പറയേണ്ടത് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഒന്ന് അറിയിക്കുക. കാരണം അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് എടുക്കാൻ ഒരു പ്രചോദനം കൂടിയാണ്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം ഖുർആൻ്റെ ഒരൊറ്റ അക്ഷരത്തിന് തന്നെ 10 നന്മ ഏറ്റവും കുറഞ്ഞത് കിട്ടും ഓതിയാൽ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവരുടെ നന്മയും കൂടെ നമുക്ക് കിട്ടും, അവർക്കും കൊടുക്കും അല്ലാഹു. അപ്പോൾ അതുകൊണ്ട് വലിയ ഫضലാണ്. അള്ളാഹു നമുക്ക് സ്വീകരിക്കട്ടെ, പറഞ്ഞത് കബൂലാക്കട്ടെ. അള്ളാഹു ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. നാളെ സ്വർഗ്ഗവാസികളോടൊപ്പം ഖുർആൻ്റെ അഹ്ലുകാരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ വാപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, പള്ളിക്കാടുകളിൽ അന്തി ഉറങ്ങുന്നവർക്ക് അള്ളാഹു ഇതിൻ്റെയൊക്കെ ഒരു മിസ്ൽ സവാബ് ചേർത്ത് സന്തോഷം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും പങ്കെടുക്കണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് അയക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ പുതിയ ചാനലാണ് ഇൻഷാ അല്ലാഹ്. ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഇൻഷാ അല്ലാഹ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഇൻഷാ അല്ലാഹ്. എന്ത് ചെയ്യുക, അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ലഭിക്കാൻ അത് കാരണമായി തീരും. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.